ഒരേ അംഗങ്ങൾ മാത്രമുള്ള നിരവധി ഘടകകക്ഷികൾ കൂടിയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. CP ജോണിനെ പോലെയുള്ളവർ, മാണി സി കാപ്പനെ പോലെയുള്ളവർ, അനൂപ് ജേക്കബിനെ പോലെ, KK രമയെ പോലെ ഒക്കെ ഉള്ളവർ ഈ മുന്നണിയുടെ ഭാഗമാകുന്നു എന്നതുകൊണ്ട് തന്നെ അവർക്ക് ടേം വ്യവസ്ഥയിൽ എങ്കിലും മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്നതും ഒക്കെ പ്രധാനമാണ്. എന്തായാലും കേരള കോൺഗ്രസ് ജെ നേതാവ് PJ ജോസഫ് കേരള കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാനായി തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. ഒപ്പം പാർട്ടിക്ക് 2 മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടും എന്നാണ് PJ ജോസഫ് പറയുകയും ചെയ്യുന്നത്. നേതാക്കളുടെ സാന്നിധ്യം ആവശ്യമുള്ളത് കൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കണം എന്നതിനെ സംബന്ധിച്ച് അഭിപ്രായം കോൺഗ്രസ് ചോദിച്ചാൽ അക്കാര്യം പറയുമെന്നും PJ ജോസഫ് പ്രതികരിച്ചു. അങ്ങനെയില്ല, നമ്മളെല്ലാവരും അവിടെ അവൈലബിൾ ആയിരിക്കും. എന്താണ് സ്വാഭാവികമായിട്ടും ഒരു മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും തീരുമാനിക്കേണ്ടതുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഘടകകക്ഷി തന്നെ തീരുമാനം? അവർക്ക് അവിടെ ചോദിച്ചാലേ പറയും. എന്നാലും ഈ ഇലക്ഷൻ നയിച്ചത് ആരായിരുന്നു എന്നുള്ളൊരു ഘടകകക്ഷി എന്ന നിലയിൽ നിങ്ങൾക്കൊരു ഇതില്ലേ, തീരുമാനമില്ലേ? ഇപ്പം പറയാലോ. അഭിപ്രായം ചോദിച്ചോ? അല്ല, ചോദിച്ചിട്ടില്ല. നിരീക്ഷകർ അത്തരത്തിൽ അഭിപ്രായം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ യാത്രയുടെ ലക്ഷ്യം പ്രധാനമായിട്ടും വലിയൊരു സ്ട്രൈക്ക് റേറ്റാണ് കേരള കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മന്ത്രിസ്ഥാനം എത്രയായിരിക്കും ചോദിക്കപ്പെടുക? അത് ഉറപ്പിക്കേണ്ടതല്ലേ? അതെല്ലാം ലഭ്യമായി പരിഹരിക്കാൻ കഴിയും. അല്ല, എന്നാൽ എത്രയാണ് ആഗ്രഹിക്കുന്നത്? ആഗ്രഹം പറഞ്ഞുകൂടെ? അല്ല, 2 മന്ത്രിമാരെ കിട്ടണമെന്നാണ്. അത് ഇടുക്കിയിൽ നിന്ന് മന്ത്രി ഉണ്ടാവും. യോഗത്തിൽ പങ്കെടുക്കാൻ ഫ്രാൻസിസ് ജോർജ് MP പുറപ്പെട്ടിട്ടുണ്ട്. നേരത്തെ PJ ജോസഫിന്റെ വീട്ടിൽ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2 മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കോൺഗ്രസ് വിളിച്ച യോഗത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് ഇരുവരും ചർച്ച ചെയ്തു എന്ന് തന്നെയാണ് വിവരം. അതേസമയം 2 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് മറ്റ് നേതാക്കളും. തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയമാണ് കേരള കോൺഗ്രസ് നേടിയത് എന്നും അതുകൊണ്ട് തന്നെ 2 മന്ത്രിമാരെ ലഭിക്കണമെന്നും പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ ആയിട്ടുള്ള ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ പറഞ്ഞിരുന്നു. 2 മന്ത്രിസ്ഥാനം അവർ സ്വാഭാവികമായിട്ട് തരുമല്ലോ. കാരണം ഞങ്ങൾ 7 MLA-മാരോട്ട് വരുമ്പം ഞങ്ങൾക്ക് 2 മന്ത്രിസ്ഥാനം തരും. ഞങ്ങളുടെ PJ ജോസഫ് സാറിനെ ഭരണപരിഷ്കാര സമിതിയുടെ ചെയർമാനാക്കി അദ്ദേഹത്തെ നയിക്കും. ഇതൊക്കെ കേരള കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ മധ്യ തിരുവിതാംകൂർ, ഇടുക്കി, എറണാകുളം, കോട്ടയം, പത്തനംതിട്ട ജില്ലയിൽ വേരൂന്നി വളർന്ന് പന്തലിച്ച ഒരു പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. എന്തായാലും മന്ത്രിസ്ഥാനം ഉറപ്പിക്കുന്നുണ്ട് കേരള കോൺഗ്രസ് എന്നതാണ് വ്യക്തമാകുന്നത്. മാത്രവുമല്ല, കൃഷി വകുപ്പിൽ താല്പര്യമുണ്ട് എന്ന കാര്യം അപ്പു ജോൺ ജോസഫ് പറയുകയും ചെയ്യുന്നു. കേരളത്തെക്കുറിച്ച്, ഒരു കാർഷിക മേഖലയെക്കുറിച്ച് ധാരണയുള്ള കേരള കോൺഗ്രസ് പാർട്ടി ആ വകുപ്പ് ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായിട്ടും ഒരു ഭാവനയുള്ള കർഷകരുടെ വിഷമതകൾ അറിയുന്ന, ഈ ഭക്ഷിക്കുന്ന ഓരോ അരിമണിയിലും കർഷകന്റെ വേർപ്പും അവന്റെ ജീവിതവും അവന്റെ സമയവും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു കൃഷിമന്ത്രി വന്നാൽ മാറാവുന്ന വിഷയങ്ങളെ കേരളത്തിന്റെ കാർഷിക മേഖല കൊള്ളുമെന്നാണ് എന്റെ വിശ്വാസം. എന്റെ വ്യക്തിപരമായ താല്പര്യം കൃഷി എടുക്കണമെന്നുള്ളതാണ്. ബാക്കിയൊക്കെ പാർട്ടി തീരുമാനിച്ചോളൂ. IT അതൊക്കെ മറ്റൊക്കെ പ്രായോഗികമായിട്ട് നോക്കണം. അല്ല, ഞാൻ ടെക്നോക്രാറ്റ് ആയതുകൊണ്ട് IT എടുക്കണമെന്നില്ല. പാർട്ടിയാണല്ലേ തീരുമാനിക്കുന്നത് ആര് മന്ത്രിയാണെന്ന്. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോഴും കൃത്യമായ സമ്മർദ്ദമുണ്ടാകും, കൃത്യമായ ആവശ്യമുന്നയിക്കും. പാർട്ടി ചെയർമാന്റെ ഭാഗത്ത് നിന്ന് തന്നെ അത് ഔദ്യോഗികമായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒന്നാണിത്. അതിലിപ്പോൾ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. തീർച്ചയായും മന്ത്രിവീതം വെപ്പൊക്കെ ഒരു പക്ഷേ UDF-ന് കീറാമുട്ടി ആയേക്കാം. അപ്പോഴും ഈ ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് എന്നത്, അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സീറ്റുകൾ വിട്ടു നൽകി കോംപ്രമൈസ് ചെയ്തു എന്നത്, ഇതെല്ലാം എണ്ണിപ്പറയാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തയ്യാറെടുക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, തീർച്ചയായും അങ്ങനെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 10 സീറ്റിൽ മത്സരിച്ചിരുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം UDF ആവശ്യപ്പെട്ടപ്പോൾ, കോൺഗ്രസ് ആവശ്യപ്പെട്ടപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പക്ഷേ 8-7 MLA-മാരും ജയിച്ച സാഹചര്യത്തിൽ, സ്ഥാനാർത്ഥികളും ജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ
മന്ത്രിസ്ഥാനം വേണം എന്ന നിലപാട് അവർ ഒരു സമ്മർദ്ദമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. കോൺഗ്രസിന് മുന്നിൽ 2 മന്ത്രിസ്ഥാനം വേണം, കൂടാതെ ഒരു ചീഫ് വിപ്പ് സ്ഥാനം വേണം എന്ന ആവശ്യവും അവർ മുന്നോട്ട് വെക്കുന്നു. നേരത്തെ ലയിച്ച കേരള കോൺഗ്രസ് UDF ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അന്ന് പക്ഷേ 6 MLA ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിലും അധികം MLA എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഇതിനോട് വഴങ്ങുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. സഭാ നേതൃത്വം ഉൾപ്പെടെ കേരള കോൺഗ്രസിന് വേണ്ടി കളത്തിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് സഭാ മേഖലകളിലെല്ലാം ഉണ്ടായ വലിയ വിജയം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസിന് നേടിക്കൊടുക്കുക എന്നൊരു നീക്കം സഭയുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് അതിന് വഴങ്ങുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രത്യേകിച്ച് 102 സീറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സംഖ്യയാണ്. ഇപ്പുറത്ത് ലീഗിനും ഒപ്പം തന്നെ കോൺഗ്രസ് നിന്നാൽ തന്നെ അധികാരത്തിലെത്താവുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ ചെറു കക്ഷികൾ ഒരു വലിയ സമ്മർദ്ദ ശക്തിയാകാനുള്ള ശ്രമം നടത്തിയാലും അത് വില പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നിലവിൽ ഒരു മന്ത്രിസ്ഥാനം മാത്രമേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കൊടുക്കുകയുള്ളൂ. ആ സ്ഥാനത്ത് മോൻസ് ജോസഫ് മന്ത്രിയാകും. ഒപ്പം തന്നെ ചീഫ് വിപ്പ് പദവിയിലേക്ക് തോമസ് ഉണ്ണിയാടനും എത്തും. അബുവിന് സ്ഥാനം ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പക്ഷേ സമ്മർദ്ദം തുടരാൻ തന്നെയാണ് ജോസഫിന്റെ തീരുമാനം. അതിനാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടെങ്കിലും മറ്റ് വിഷയങ്ങൾ കൂടി, മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യം കൂടി ചർച്ച ചെയ്യും. കൃഷി വകുപ്പ് എന്ന അഭിപ്രായം അബു ജോസഫ് പറയുമ്പോൾ മോൻസിന് അതിനോട് താല്പര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. VD സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ മോൻസ് ജോസഫുമായി വളരെ അടുപ്പമുള്ള നേതാവ് കൂടിയാണ്. നേരത്തെ തന്നെ സതീശന് പിന്തുണ എന്ന നിലയിലാണ് ജോസഫ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നത്. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നൊക്കെ പിന്നീട് പ്രതികരിച്ചെങ്കിലും പക്ഷേ രഹസ്യമായി അങ്ങനെ ഒരു ധാരണയിലേക്ക് തന്നെയാണ് അവർ എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റു വകുപ്പുകൾ, പൊതുമരാമത്ത് അല്ലെങ്കിൽ അതുപോലുള്ള വകുപ്പുകളാണ് നേരത്തെ ജോസഫ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. മോൻസ് ഒക്കെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന കാലവും ഉണ്ട്. അപ്പോൾ അത്തരം വകുപ്പുകൾ നേടിയെടുക്കുക, അതായത് ഒരു മന്ത്രിസ്ഥാനമാണെങ്കിൽ ഏറ്റവും നല്ലൊരു വകുപ്പ് തന്നെ തരണം എന്ന നിലപാടിലേക്ക് അവർ പോകാൻ തന്നെയാണ് സാധ്യത എന്നാണ് സൂചിപ്പിക്കുന്ന പോലെ. അതായത് 2 മന്ത്രിസ്ഥാനം, ചീഫ് വിപ്പ് പോലെയുള്ള സ്ഥാനങ്ങൾ. അതോടൊപ്പം എബ്രഹാമിന്റെ പ്രതികരണത്തിൽ നമ്മൾ കേട്ടതാണ്, PJ ജോസഫിനെ പോലെ മുതിർന്ന ഒരാൾക്ക് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന ചുമതല അടക്കം നൽകണം. അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വയ്ക്കും. അതൊരു പക്ഷേ പാർട്ടി നേതാക്കളുടെ ആഗ്രഹമാകാം. അത്തരം സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകുമോ? അഭിലാഷ, എന്തെങ്കിലും ഒരു പദവിയിലേക്ക് ഒരു പക്ഷേ PJ ജോസഫിന് നൽകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഈ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നുള്ളത് അത് ഇടത് സർക്കാരിന്റെ കാലത്ത് രൂപീകരിച്ച ഒരു സംവിധാനമാണ്. അതുവരെ അങ്ങനെ ഒരു സംവിധാനം അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ VS-നെ കൂടി അക്കോമഡേറ്റ് ചെയ്യുക. കാരണം 2016 വിജയിച്ച് വന്നത് VS-ന്റെ കൂടി മുഖം നിർത്തിക്കൊണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ VS-നെ ഒരു സ്ഥാനം നൽകി ഇരുത്തുക എന്ന നിലയിൽ കൂടിയാണ് അന്ന് നൽകിയത്. ഈ സർക്കാരിന്റെ കാലത്ത് രൂപപ്പെട്ട ശേഷമായിരിക്കും എന്തൊക്കെ പദവികൾ ഉണ്ടാകും, ഇത്തരം എന്തൊക്കെ പുതിയ സമിതികൾ ഉണ്ടാകും എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. അത്തരം സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും PJ ജോസഫിനെ കൂടി പരിഗണിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും നോക്കൂ, അത്രയധികം കോൺഗ്രസ് MLA-മാരും ഈ സ്ഥാനം കിട്ടാത്ത, മത്സരിക്കാൻ കഴിയാത്ത ആളുകളും ഒക്കെ ഉണ്ട്. അക്കോമഡേറ്റ് ചെയ്യാൻ വലിയൊരു വിഭാഗം തന്നെ പുറത്തു നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്രയധികം സീറ്റ് കിട്ടി എന്നുള്ളത് വലിയ ആവേശമാണ്. പക്ഷേ ഇവരെ എല്ലാവരെയും പരിഗണിക്കേണ്ടി വരിക കുറച്ച് സ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയാണ്. അഭിലാഷ്. യെസ്, എന്തു തന്നെയാണെങ്കിലും PJ ജോസഫ് വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന പ്രകടനം ആണ് കാഴ്ചവെച്ചത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രകടനം വിലയിരുത്തുമ്പോഴും സ്ട്രൈക്ക് റേറ്റ് ഏറ്റവും കൂടുതൽ PJ ജോസഫ് വിഭാഗത്തിന് തന്നെയാണ്. അതായത് എത്ര സീറ്റിൽ മത്സരിച്ചു, എത്ര സീറ്റിൽ വിജയിച്ചു, അതാണ് പൊതുവിൽ ഈ സ്ട്രൈക്ക് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 8 സീറ്റുകളിൽ ആണ് PJ ജോസഫ് വിഭാഗം മത്സരിച്ചത്. അവിടെ 7 സീറ്റുകളിലും വിജയിക്കാൻ ജോസഫ് വിഭാഗത്തിന് സാധിച്ചു എന്നതാണ്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് സ്ഥാനാർത്ഥി നിർണയ സമയത്തടക്കം 10 സീറ്റുകളിൽ മത്സര ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റുകളിൽ മത്സരിച്ചിരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ 2 സീറ്റുകൾ വിട്ടുകൊടുത്തു. അങ്ങനെ 8 സീറ്റുകളിലേക്ക് കോംപ്രമൈസ് ചെയ്തു. അതിൽ തന്നെ 7 സീറ്റുകളിൽ വിജയിച്ച് കയറുകയും ചെയ്തു എന്നതുകൊണ്ടാണ് 2 മന്ത്രിസ്ഥാനം എന്ന ക്ലെയിം മുന്നോട്ട് വയ്ക്കാൻ PJ ജോസഫ് വിഭാഗം ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.